നമസ്കാരം. KC വേണുഗോപാൽ, അതായത് അഖിലേന്ത്യാ AICC സെക്രട്ടറി, ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ കേരള മുഖ്യമന്ത്രി ആവുന്നതിന് ക്രൈം എതിരാണോ എന്നുള്ള ചോദ്യമാണ് പലരും എന്നോട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ക്രൈം KC വേണുഗോപാലിന് എതിരാണോ? ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ ഞാൻ നടത്തുന്നത്. അതായത് KC വേണുഗോപാൽ എന്ന് പറയുന്നത് കേരളത്തിലെ സമുന്നതനായ കോൺഗ്രസ് നേതാവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, കേരളത്തിലെ കോൺഗ്രസ് നേതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം മുമ്പ് MLA ആയിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്, MP ആയിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ കേന്ദ്രത്തിൽ AICC സെക്രട്ടറി ആയത് കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരാളം ആരോപണങ്ങൾ നേരത്തെ പുറത്തു വന്നു. നമുക്കറിയാം സരിതയുടെ കേസ്. ആ സരിതയുടെ കേസിൽ എനിക്ക് കിട്ടിയത് ചില ഡോക്യുമെൻ്റ് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ട്. പക്ഷെ അതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞ് പിന്നീട് സെറ്റിൽ ചെയ്യുകയോ ഒക്കെ തീർക്കുകയോ ചെയ്തിട്ടുണ്ടായി. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയാൻ പോണില്ല. ഇപ്പം പറയുന്നത്, അദ്ദേഹം AICC സെക്രട്ടറിയായ, കേരളത്തിൽ മുമ്പ് മന്ത്രിയായിരുന്ന, അതുപോലെ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾക്ക് തീർച്ചയായും മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. മാത്രമല്ല സീനിയർ മോസ്റ്റ് മെമ്പറാണെന്ന് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അപ്പോൾ ആ നിലയിലൊക്കെ തന്നെ അദ്ദേഹത്തിന് സർവ്വതാ യോഗ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രമേശ് ചെന്നിത്തല നമുക്കറിയാം, അദ്ദേഹം ഇവിടെ പ്രതിപക്ഷ നേതാവായിരുന്നു. അതേപോലെ അദ്ദേഹം MP ആയിട്ടുണ്ട്, അതേപോലെ ആഭ്യന്തരമന്ത്രി ആയിട്ടുണ്ട്. അദ്ദേഹം കഴിവുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ KC വേണുഗോപാലിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അയോഗ്യത എന്താണ് എന്നുള്ള കാര്യം മാത്രമാണ് ഈ പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ള അയോഗ്യത, അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ ഇലക്ഷൻ നടത്തുന്നതിന് മേൽനോട്ടം വഹിച്ച ആളാണ്. അത് മേൽനോട്ടം വഹിക്കേണ്ട ആളാണ്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ 5 സ്റ്റേറ്റിലും കോൺഗ്രസിൻ്റെ MLA മാരെ വിജയിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഫണ്ടായാലും അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള സഹായമായാലും കൃത്യമായി എത്തിച്ചു കൊടുക്കേണ്ട ആളാണ് KC വേണുഗോപാൽ. ആ KC വേണുഗോപാൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എനിക്ക് മുഖ്യമന്ത്രിയാകണ്ട, എനിക്ക് മുഖ്യമന്ത്രി ആവാൻ താല്പര്യമില്ല, കേരളത്തിൽ കലാപമുണ്ടാക്കാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം ഏഷ്യാനെറ്റിലെ വിനോവിജോനോട് ആധികാരികമായി പറഞ്ഞ ഒരു വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. അപ്പം എന്നെ അങ്ങനെ വലിച്ചിഴക്കേണ്ട ഒരു കാര്യമേ ഇല്ല. കോൺഗ്രസിനകത്ത് എല്ലാം ഭദ്രമാക്കി കൊണ്ടുപോവുക, കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, UDFൻ്റെതായിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ ഉണ്ടാക്കുക എന്ന ദൗത്യ നിർവഹണത്തിൽ എൻ്റേതായിട്ടുള്ള സുപ്രധാനമായ പങ്ക് വഹിക്കുക എന്നത് മാത്രമാണ് എൻ്റെ കടമ. അതിനപ്പുറം ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി കടിപിടിച്ച് വലിച്ചു മുന്നോട്ട് കൊണ്ടുപോയി പാർട്ടിയിലെ ഐക്യം തകർക്കുക എന്നുള്ളത് എൻ്റെ അജണ്ടയിൽ പെടുന്നതേ അല്ല. കേട്ടല്ലോ. അപ്പം അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വരാനോ യാതൊരു താല്പര്യമില്ല. ഇനി 2, കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള കേരളത്തിൽ 5 വർഷമായിട്ടുള്ള മുഖ്യമന്ത്രിയല്ല, 10 വർഷമായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ മുച്ചൂടും നശിപ്പിക്കുകയും ഏകാധിപതിയായിട്ട് കേരളത്തെ എല്ലാ തരത്തിലും കൊഞ്ഞനം കുത്തുകയും, ജനങ്ങളുടെ കൊഞ്ഞനം കുത്തി അഴിമതി, സ്വജനപക്ഷപാതം, അന്താരാഷ്ട്ര തലത്തിലുള്ള രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുള്ള സ്വർണ്ണക്കളക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും സ്വന്തം ഗതിച്ച വീർപ്പിച്ച് അദ്ദേഹം 10,000-കണക്കിന് കോടി രൂപ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ്. അതിനൊക്കെ തന്നെ കൃത്യമായി പോരാട്ടം നടത്തിയിട്ടുള്ള ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ. VD സതീശൻ ഇവിടെ നിയമിച്ചത് ആരാണ്? AICC ആണ്. അതിനു മുമ്പ് രമേശ് ചെന്നിത്തലയായിരുന്നു. രമേശ് ചെന്നിത്തലേൻ്റെ ആകപ്പാട് ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ള കാര്യം മാത്രമാണ്. അതായത് 2021 ഇലക്ഷനിൽ UDFനെ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. അന്ന് UDFലെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് MLA-മാർ ആരോടൊപ്പമായിരുന്നു? രമേശ് ചെന്നിത്തലയോടൊപ്പമായിരുന്നു. എന്നിട്ടും കേന്ദ്ര നേതൃത്വം ഇവിടെ പരാജയപ്പെട്ടതിൻ്റെ പേരിലാണ് VD സതീശനെ ഏൽപ്പിച്ചത്. അപ്പോൾ VD സതീശ് ഏറ്റെടുത്ത മുതൽ ഇങ്ങോട്ട് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മാത്രമല്ല, രമേശ് ചെന്നിത്തല പരാജയപ്പെട്ട സ്ഥലത്ത് അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹം പ്രവർത്തിക്കേണ്ടായി. കേരളത്തിൻ്റെ 140 മണ്ഡലങ്ങളിലെ എല്ലാ ബൂത്തുകൾ അടക്കമുള്ള കമ്മിറ്റികൾ പുനരുജ്ജീവിപ്പിക്കാനും അവിടെയുള്ള കോൺഗ്രസ്സുകാരെ സജ്ജീകരിക്കാനും UDFനെ മൊത്തത്തിൽ ഒരു ടീം UDF ആയി ഡെവലപ്പ് ചെയ്യാനും അദ്ദേഹം പ്ലാൻ ചെയ്തു. അത് കൃത്യമായി വർക്കൗട്ട് ചെയ്തു.
കുറേ കാലങ്ങളായിട്ട് UDF നിന്ന് അകന്നുപോയ സമുദായങ്ങളെ അദ്ദേഹം കൃത്യമായി അടുപ്പിക്കുന്ന ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വർക്ക് നടത്തി. അങ്ങനെ നമുക്കറിയാം, തൃക്കാക്കര ഇലക്ഷൻ ജയിച്ചു, പുതുപ്പള്ളി ഇലക്ഷൻ ജയിച്ചു, അങ്ങനെ ജയിച്ച് ഇപ്പം ഇവിടെ വരെയുള്ള ഇലക്ഷൻ ജയിപ്പിച്ചതിൽ അതിന് അദ്ദേഹത്തിന് തന്നെയാണ് നേതൃത്വം. അദ്ദേഹത്തിൻ്റെ വിഷൻസ് ആൻഡ് നിലപാടുകൾ, ആ നിലപാടുകളുള്ള ഒരാളായി അദ്ദേഹം മാറി. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്താൻ അദ്ദേഹം പൂർണ്ണമായി തീരുമാനിച്ചതായിരുന്നു. കേരളത്തിൽ പിണറായി വിജയൻ ഒരു പിടുത്തം പോലും കിട്ടാതെ UDF രക്ഷിച്ചത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന് കേസൊന്നും നിലനിൽക്കില്ല. നമുക്കറിയാലോ, ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കള്ളക്കേസ് ഒന്നും നിലനിന്നില്ല. എന്തിന് KC വേണുഗോപാലിനെതിരെ സരിതയുടെ പരാതി നിന്നിട്ടുണ്ടോ? സരിതയുടെ പരാതി പറയാൻ കൃത്യവും എവിഡൻസുള്ള ചില രേഖകളുള്ള സംഭവമാണ് KC വേണുഗോപാൽ. അദ്ദേഹം വിദേശത്തടക്കം KC വേണുഗോപാൽ സരിതയെ കൊണ്ടുപോയതിൻ്റെ വ്യക്തമായ തെളിവുണ്ട്. ഡൽഹിയിൽ കൊണ്ടുപോയതിൻ്റെ തെളിവുണ്ട്, വ്യക്തമായ തെളിവുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാ രേഖകളുള്ള ഒരാളാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പം അതേ സമയത്ത് ഇവിടെ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുത്ത നിലപാടുകൾ ഒരു പ്രധാന ഘടകമായിരുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടിക്കെതിരെ ഉപയോഗിച്ച ആയുധം പിണറായി വിജയൻ ഉപയോഗിക്കാൻ ഒരു അവസരം കൊടുക്കാതെ അത് തടയിട്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. അദ്ദേഹത്തിന് ഇനി പ്രവർത്തിക്കുക, അദ്ദേഹത്തിന് ഒരു ശിക്ഷയും കൂടി കൊടുത്താണ്. ഒരു പെൺകുട്ടിയല്ല, 2 പെൺകുട്ടിയല്ല, ഒരു MP യുടെ മകളെ പോലും അദ്ദേഹം കല്യാണം കഴിക്കാമെന്നാണ്. ഇതുപോലെ സെക്ഷൽ ബന്ധത്തിലേർപ്പെട്ടു എന്ന് പറയുന്നത് ഗൗരവമായ കാര്യം തന്നെയാണ്. എല്ലാം നിയമപ്രകാരമാണ് എന്ന് പറയുന്നത്. നിയമപ്രകാരം ഞാൻ കുറ്റം ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയല്ല. പലരെയും ഇതേ നിലപാടിലേക്ക് പോകുമ്പോൾ അത് തീർച്ചയായും അവരുടെ മാനസികമായ തകർച്ചയും മറ്റൊക്കെ വരികയും അവസാനം ഇഷ്ടപ്രകാരമുള്ളതാണെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട്, വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പല പെൺകുട്ടികൾ സമ്മതിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ എടുത്ത നിലപാട് കേരളത്തിൽ കോൺഗ്രസിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇതേപോലെ നമുക്കറിയാം, നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് നമ്മുടെ PV അൻവറെ ഡിസൈഡ് ചെയ്ത് അദ്ദേഹം ഇടപാട് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നടത്തി UDFനെ വിജയിപ്പിച്ച ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലീഡറെ കേരളത്തിലെ ജനത നെഞ്ചോട് ചേർക്കുകയും അദ്ദേഹം തന്നെയാണ് നയിക്കാൻ പറ്റുന്ന ആളാണ്, പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ലീഡറാണ്, UDFനെ നയിക്കാൻ പറ്റുന്ന ആളാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നിഷ്പക്ഷരായ ആളുകൾ, CPM ഉണ്ടായിരുന്ന ആളുകൾ, അതേപോലെ BJPയിലെ അണികളുണ്ടായിരുന്ന ആളുകൾ, സാംസ്കാരിക രംഗത്തും സിനിമാ രംഗത്തുള്ള ആളുകൾ എല്ലാം തന്നെ ഒരു ഒറ്റക്കെട്ടായിട്ട് VD സതീശന്റെ നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചത്. അത് വൻ വിജയമായി തീർന്നു. 102 സീറ്റോടെ അവർ വിജയത്തിലെത്തിച്ചു. പിന്നെ ഇവിടെ രണ്ടാമത്തെ കാര്യം, വേണുഗോപാൽ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എല്ലാ MLA മത്സരിക്കുന്ന MLA ഫണ്ട് എത്തിച്ചു കൊടുക്കുക, അവർക്ക് ബാക്കി എല്ലാ കാര്യം ചെയ്യുക. അത് അദ്ദേഹത്തിന് ഔദാര്യമല്ല, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താ? അദ്ദേഹം ഇവരെയൊക്കെ ഒരു ഗ്രൂപ്പാക്കി മാറ്റിയിട്ട് അതിന് വേണ്ടിയിട്ട് എന്നിട്ട് അവർ ഒരു ഗ്രൂപ്പാക്കി മുഖ്യമന്ത്രി കഴിഞ്ഞപ്പോൾ അവർ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്ത് മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞു. അവിടെ KC വേണുഗോപാൽ എന്ത് പറയണം? ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് എൻ്റെ നിലപാട് മുഖ്യമന്ത്രി ആവാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. കേരളത്തിലെ എൻ്റെ ഉത്തരവാദിത്തങ്ങളെ ഇന്ത്യയിലെ മുഴുവൻ ഉത്തരവാദിത്തമാണ് എന്ന് പറയേണ്ടതായിരുന്നു ആര്? KC. അതൊരു അയോഗ്യതയാണ്. അദ്ദേഹം പറയാതിരുന്നത്, അദ്ദേഹത്തിൻ്റെ നിലപാടിൽ വെള്ളം ചേർത്തത് ഒരു അയോഗ്യതയാണ്. രണ്ടാമത്, ആദ്യത്തെ യോഗ്യത പറഞ്ഞ അദ്ദേഹം മുഖ്യമന്ത്രി ആവാൻ കഴിവുള്ള ആളാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ വെള്ളം ചേർത്തത് അദ്ദേഹത്തിന് എതിരാണ്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. മുഖ്യമന്ത്രി ആവണം എന്ന് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു ഇലക്ഷൻ MP മത്സരിക്കരുത് എന്ന് ആര് തീരുമാനിച്ചിട്ടുണ്ട്? MP മത്സരിക്കുന്നത് KC വേണുഗോപാൽ അടക്കമുള്ള AICC ആണ് തീരുമാനിച്ചത്. ആ തീരുമാനത്തിന് വിരുദ്ധം അങ്ങനെ ഒരു കാര്യം വരാൻ കാരണം, കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ, അതേപോലെ അടൂർ പ്രകാശ് മത്സരിക്കണമെന്ന് വാശി പിടിപ്പിച്ചപ്പോൾ, മറ്റു MLA MK രാഘവൻ മത്സരിക്കുന്ന വാശിയിലേക്ക് കടന്നപ്പോൾ അത് തടയിടാൻ വേണ്ടി കൃത്യമായി MP മത്സരിക്കണ്ട എന്നുള്ള തീരുമാനമെടുത്തു. ആ തീരുമാനം ഇപ്പോഴും പ്രാവർത്തികമല്ലേ? അത് വയലേറ്റ് ചെയ്തുകൊണ്ട് KC വേണുഗോപാൽ വരുന്നത് ശരിയാണോ? അദ്ദേഹം ഇവിടെ ഒരു MLA ആയി മത്സരിച്ച ആളല്ല. അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു. നേരത്തെ അത് തീരുമാനമുണ്ടാക്കി MLA മത്സരിക്കണമായിരുന്നു. അങ്ങനെ MLA ആയി മത്സരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ AICC അംഗീകാരം കൊടുത്തില്ല. ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? അവിടെ MP ആയിട്ട് മത്സരിച്ച സ്ഥലത്തു നിന്ന് അദ്ദേഹം രാജിവെച്ചാൽ അവിടെ വിജയിക്കുമെന്നത് ഉറപ്പുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ
അദ്ദേഹം KC വേണുഗോപാൽ ആയതുകൊണ്ട് മാത്രമാണ് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. നമുക്കെല്ലാവർക്കും 2ാം സ്ഥാനത്ത് വന്നത് ആരിഫായിരുന്നു, 3ാം സ്ഥാനത്ത് വന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു. ശോഭാ സുരേന്ദ്രൻ എത്ര വോട്ടാ പിടിച്ചത്? 3 ലക്ഷത്തോളം വോട്ടാ പിടിച്ചത്. 1,82,000 1,87,000 1,12,000 വോട്ട് കൂടെ പിടിച്ച് 3 ലക്ഷത്തോളം വോട്ടാണ് അവർ പിടിച്ചത്. അവർക്കൊരു 75,000 1 ലക്ഷം വോട്ട് പിടിക്കാൻ വലിയ പണിയല്ല. നേരെ ആര് വരും? നരേന്ദ്രമോദി വന്നിറങ്ങും, ശോഭാ സുരേന്ദ്രനെ പുഷ്പം പോലെ അവിടെ നിന്ന് വിജയിപ്പിച്ചെടുക്കും. അപ്പോൾ അവിടെ ആര് ജയിക്കും? അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്നത് ആർക്ക് അനുകൂലമാണ്? BJP ഇവിടെ വളരാനുള്ള എല്ലാ സാഹചര്യം ഒരുക്കലാണ്. 3 MLA-മാരോടെ വിജയിച്ചു. ഇനി ഇവർ MP കൂടെ വിജയിച്ചു കഴിഞ്ഞാൽ അവർ കേരളം മുഴുവൻ പിടിച്ചെടുക്കാൻ അധിക സമയം വേണ്ട. അത് മോദിയാണ്. അതിനുള്ള കളമൊരുക്കലാണ് ഇങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നാലുണ്ടാകാൻ പോകുന്നത്. 2ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് MLA ആയിട്ട് അദ്ദേഹം വീണ്ടും മത്സരിച്ച് ജയിക്കണം. അവിടെ വിജയിക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഒരു ഉറപ്പ് ഇന്നത്തെ അവസ്ഥയില്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രി വരുന്നതിനെതിരാണ്. ജനങ്ങളുടെ ഹിതമറിയാതെ നേതാക്കന്മാർ MLA-മാർ മാത്രം പറഞ്ഞതുകൊണ്ട് ഇവിടെ കെട്ടിയേൽപ്പിക്കാൻ പറ്റില്ല. ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങളെ ചതിച്ചുകൊണ്ട് ഒരു MP അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല. ഇത് മറ്റൊരു വശം. വേറൊരു വശം എന്ന് പറഞ്ഞാൽ AICC അഖിലേന്ത്യാ സെക്രട്ടറി ആയ KC വേണുഗോപാൽ കേരളത്തെ പറ്റി എപ്പോഴാണോ പറയേണ്ടത്? ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിലെല്ലാം കോൺഗ്രസിനെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണുള്ളത്. കാർഗെ ഒഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ AICC ചെയർമാനെ പ്രസിഡന്റായി വരണം. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് വേണുഗോപാൽ വരണം. ഇന്ത്യയിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ പ്രതിപക്ഷമില്ലാത്ത രൂപത്തിലാണ് ഇന്ത്യയിൽ BJP പോയിക്കൊണ്ടിരിക്കുന്നത്. BJP-യോ കോൺഗ്രസോ ഭരിക്കട്ടെ, പക്ഷേ പ്രതിപക്ഷം വേണ്ടേ? ഒരു സ്റ്റേറ്റിലും ഇപ്പം ബംഗാൾ നോക്കി നോക്കൂ, വെറുതെ 2 സീറ്റാണ്. അവിടെ തമിഴ്നാട് നോക്കി നോക്കൂ, 4 സീറ്റാണ്. ആപ്പടെ പുതുച്ചേരിയിൽ മാത്രമാണ് 13 സീറ്റുള്ളത്. പിന്നെയോ നമുക്ക് ആസാമിൽ എടുത്ത് നോക്കിയാൽ 50 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് 20 സീറ്റിലേക്ക് ഒതുങ്ങി. നേരത്തെ ഉണ്ടായിരുന്ന മധ്യപ്രദേശ് പോയി, അതേപോലെ രാജസ്ഥാൻ പോയി. എന്തുകൊണ്ടാണ് പോയത്? അവിടെ സച്ചിൻ പൈലറ്റിനെ, ജ്യോതിരാജ് സിന്ധ്യയെ പോലുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ അതിൻ്റെ അകത്ത് അവരെ ഒക്കെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാതെ അവർ പാർട്ടിയെ ഭരണത്തിലെത്തിച്ച ശേഷം അവിടെയുള്ള പഴയ കമൽനാഥിനെയും അതേ അശോക് ഗെഹ്ലോട്ടിനെയൊക്കെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചതാണ് അവിടെ പരാജയത്തിന് കാരണം. പഞ്ചാബിൽ ചന്നിയെ കൊണ്ടുവന്നതാണ് അവിടെ ചന്നിക്കേട് വന്നത്. അതോടെ അവിടെയും പോയി. ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ കോൺഗ്രസ് സംസ്ഥാനമായിരുന്നു ഈ 3 അവിടെ പൂർണ്ണമായി പോയില്ലേ? ആരാണ് കാരണം? അപ്പൊ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിൽ പോവുക മാത്രമല്ല, കോൺഗ്രസിന്റെ അടിവേര് മാന്തിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരും ഉത്തരവാദിത്തമാണ് KC വേണുഗോപാലിനുള്ളത്. പകരം കേരളത്തിലെ ഭരണത്തിലേക്ക് വന്ന് ഇപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ വാക്കുകൾ നിലപാടിൽ നിന്ന് മാറി വീണ്ടും ഒരു ഇലക്ഷൻ കൊണ്ടുവന്ന് വീണ്ടും MLA മത്സരിച്ച് ഇത് ജനങ്ങളെ പരീക്ഷിക്കലല്ലേ? അതിന് പകരം അന്തസ്സായി അദ്ദേഹം പറയണം, ഞാൻ ഭരണത്തിലേക്കില്ല, മുഖ്യമന്ത്രിയെ ഭരിക്കാനില്ല, ഇവിടെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി സ്ഥലത്തേ ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കാണ്, ആ വാക്ക് പാലിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ജനങ്ങൾ ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. അതോടൊപ്പം പറയണം, VD സതീശനോ അല്ലെ രമേശ് ചെന്നിത്തല ആവട്ടെ, ആരെങ്കിലും ആവട്ടെ, ജയിച്ച MLA-മാരിൽ എത്ര പേരുണ്ട്? 102 പേരില്ലേ? അതിൽ 66 പേര് കേരളത്തിലെ കോൺഗ്രസ് MLA-മാരില്ലേ? അപ്പോൾ ഇതുകൊണ്ടാണ് ഈ വിലയിരുത്തലിലാണ് ഞാൻ KC വേണുഗോപാലിന് വരാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം. KC വേണുഗോപാൽ ഇപ്പം ചെയ്യുന്നത് ചതിയാണ്. കാരണം 5 വർഷം കഠിന പ്രയത്നം ചെയ്ത് പ്ലാൻ ചെയ്ത് ഭരണത്തിൽ UDF-നെ എത്തിച്ച ശേഷം അതിന്റെ നേതൃത്വത്തിൽ വരേണ്ട ആളാണ് VD സതീശൻ. എനിക്ക് VD സതീശനോട് പ്രത്യേക അനുകൂലമില്ല, വിരോധമില്ല. KC വേണുഗോപാലിനോടുമില്ല. അതേപോലെ രമേശ് ചെന്നിത്തല, ഇവരൊക്കെ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നീതിപരമായിരിക്കണം. ഇവിടെ നീതി VD സതീശനോടൊപ്പമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വിജയത്തിന്റെ കഥ അത് 100% അദ്ദേഹത്തിന് കൂടെയാണ്. ഇതാണ് VS സുധീരൻ കൃത്യമായി ആരോട് പറഞ്ഞത്? നമ്മുടെ രാഹുൽ ഗാന്ധിയോട്, പ്രിയങ്ക ഗാന്ധിയോട്, അതേപോലെ സോണിയ ഗാന്ധിയോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ 100% സത്യമാണ്. അദ്ദേഹത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യാണ്. VM സുധീരനും അതേപോലെ K മുരളീധരനും കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഇന്ന് കേരളത്തിലെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? 90% വരുന്ന ജനങ്ങൾ, അത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള മാർക്സിസ്റ്റ് പാർട്ടി ആയാലും BJP ആയാലും പോലും
VD സതീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് തെളിയിച്ചതാണ് കഴിഞ്ഞ 5 വർഷം. അതേപോലെ അടുത്ത 5 വർഷവും തുടർന്നും അദ്ദേഹത്തിന് നയിക്കാനുള്ള കഴിവുണ്ടെന്ന് തെളിയിച്ചതാണ് ഈ 5 വർഷത്തെ പ്രതിപക്ഷ സ്ഥാനം. ആരെങ്കിലും ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ ഒരു കമാന്നക്ഷരം നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയത്. അതേ ഒറ്റക്കെട്ടായി അത് മാതൃകയാണ്. ആ മാതൃക കൊണ്ടുവരാനല്ലേ വേണുഗോപാൽ ശ്രമിക്കേണ്ടത്. അപ്പൊ വേണുഗോപാൽ ഇവിടെ മുഖ്യമന്ത്രിയായി വരുന്നതിന് അദ്ദേഹത്തിന് കഴിവില്ല എന്നൊന്നും നമ്മൾ പറയുന്നതല്ല. അദ്ദേഹത്തിന് കഴിവുണ്ട്. പക്ഷേ ഇപ്പുറത്ത് അദ്ദേഹം ഈ മുഖ്യമന്ത്രി ആവാൻ വരാതെ പ്രധാനമന്ത്രി ആവാനോ ഉപപ്രധാനമന്ത്രി ആവാനോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവാനൊക്കെയാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ, ക്രൈമിൻ്റെ ഒപ്പീനിയൻ എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.